പെഡൽ ബോട്ടിംഗ് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് കണ്ട വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ മുഖത്ത് കുറേ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് കുറേ സംഭവങ്ങൾ, കട്ട്സ് ആൻഡ് മുറിവ്സ് തിങ്സ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ മാക്സിമം സംഭവങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം ക്ലിയർ ആണ്. ഞാൻ ഫിൽറ്ററൊന്നും ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ബേസിക് ലൈറ്റിംഗ് ആൻഡ് കളർ കറക്ഷൻ മാത്രമേ ചെയ്യാത്തുള്ളൂ. അപ്പോഴും സ്കിൻ അത്രയും ബ്യൂട്ടിഫൈ ചെയ്യുന്ന പരിപാടികളോ അങ്ങനെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും വലിയൊരു ഡിഫറൻസ് ഉണ്ട്. സോ അതിൻ്റെ ഡിഫറൻസ് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു ക്രീം സജസ്റ്റ് ചെയ്തു. ആ ക്രീം ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ സ്കിന്ന് ബെറ്റർ ആയത് എന്നൊന്നും അല്ല ഞാൻ പറയാൻ വരുന്നത്. അങ്ങനെ ഒരു ഫ്രണ്ട് എനിക്ക് ക്രീം സജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ച ക്രീമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് എനിക്ക് കിട്ടിയ കിഡ്നിയാണ്. ഇപ്പോൾ മുമ്പ് കണ്ട വീഡിയോയിൽ എനിക്ക് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ കിഡ്നി ഫെയിലിയർ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഡയാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് അങ്ങനെയുള്ള ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ വന്നത്. അതായത് എൻ്റെ ഹെൽത്ത് വീക്കായപ്പോൾ എൻ്റെ സ്കിന്നിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടായി. നമ്മുടെ ബോഡിയിലുള്ള മിക്ക സംഭവങ്ങളുടെയും പ്രത്യേകിച്ച് അതിൻ്റെ ഫങ്ഷനിങ്ങിലേക്ക് വരുമ്പോൾ അത് ഇൻ്റർണൽ ഓർഗൻസ് ആയാലും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇത് നമ്മുടെ സ്കിന്ന് വഴി നമ്മുടെ ബോഡി പലപ്പോഴും ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് തരാറുണ്ട്. സിമിലർലി എനിക്കും അതുപോലെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ അത് എൻ്റെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വൈഫ് എനിക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്തിട്ട് എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ബെറ്റർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്കിന്നും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾ സംസാരിക്കുക. ചുമ്മാ തമാശ പറഞ്ഞാൽ ബ്യൂട്ടി വ്ളോഗേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ചാടിക്കേറി വീഴരുത്. ആദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ സ്കിന്നിന് ഇങ്ങനെയുള്ളൊരു കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഷുഗർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ ഡാർക്ക് ആവുമെന്ന് പറയും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അറിയണം നിങ്ങൾ ആദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ വരുന്നതെന്ന്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ മെൻ്റൽ ഹെൽത്ത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊക്കെ സ്കിന്ന്, ഹെയർ പോലെയുള്ള നമ്മുടെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സ്കിന്നിൻ്റെ കാര്യത്തിൽ സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ മേക്കപ്പ് വാരി ഇടുന്നതല്ല സ്കിൻ കെയർ. ഇപ്പോൾ ഞാൻ കിഡ്നി കെയർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു വ്ളോഗർ സജസ്റ്റ് ചെയ്ത ഒരു മരുന്നോ മറ്റു കാര്യങ്ങളോ ഞാൻ വലിച്ചു വാരി കഴിക്കില്ല. അതിന് ഞാൻ തീർച്ചയായിട്ടും ഡോക്ടറുടെ അടുത്ത് പോകും. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യും എന്ന് എനിക്ക് അറിയുകയും ചെയ്യും. ഞാൻ ആ വ്ളോഗ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ സ്കിന്നിൽ അത് വളരെയധികം അറിയാൻ പറ്റി. പിന്നെ ആ ഡാർക്ക് സ്പോട്ട്സും മാത്രമല്ല ഞാൻ പറയുന്നത്, എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ്. ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റും സംഭവങ്ങളൊക്കെ ആയിരിക്കും. അത് നിങ്ങൾ എന്ത് ക്രീം തേച്ചില്ലെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ ആ ഒരു കളർ ടോണോ കോംപ്ലക്സോ എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഒരു സറൗണ്ടിങ്ങിൻ്റെ, നമ്മൾ ജീവിക്കുന്ന ഭൂപ്രദേശവുമായിട്ടും സിറ്റുവേഷനൊക്കെ ആയിട്ടും കണക്ട് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് അവർ ടോൺ. വി ഹാവ് ടു ഓൺ ഇറ്റ്. ആ ഒരു സ്കിൻ ടോൺ നമ്മളെ വളരെയധികം ഈ ഒരു കാലാവസ്ഥയിലെല്ലാം വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എനിവേ, ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ. പറഞ്ഞു വന്നത്, നിങ്ങൾ നല്ലൊരു ഹെൽത്ത് പ്രാക്ടീഷണറെ കാണുക, അല്ലെങ്കിൽ സ്കിൻ ഡോക്ടറെ കാണുക. അതുപോലെ തന്നെ നല്ല ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ നോക്കുക. മെൻ്റലിയും നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ആസ് ലോങ് ആസ് യുവർ ഹെൽത്ത്, നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളത് ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. പണ്ട് ഏതോ ഒരു ടീം ഇതേപോലെ സംഭവങ്ങളൊക്കെ വാരി തേച്ചിട്ട് കിഡ്നി വരെ അടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലൊരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരുമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഉണ്ണി വ്ളോഗ്സ്, എൻ്റെ ചേട്ടനാണ്. അപ്പോൾ പുള്ളിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു അനുഭവം കൂടി ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കൂടുതൽ ബ്യൂട്ടി വ്ളോഗേഴ്സും, അതുപോലെ തന്നെ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് മാത്രം പറയുന്നില്ല, യൂട്യൂബിലുള്ള മിക്ക ഇൻഫ്ലുവൻസേഴ്സും പൈസയ്ക്ക് പിന്നാലെ പോകുന്നവർ തന്നെയാണ്. അപ്പോൾ അവർ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെന്തും പ്രൊമോട്ട് ചെയ്യും. പണ്ട് സിനിമാക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എനിവേ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സാണ്. ഇതിൽ ഇൻഫ്ലുവൻസ് ആവണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തും കൂടി കാര്യങ്ങളും കൂടി നോക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് കൈ കഴുകും, അവർ പോവും. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. അത് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. സ്റ്റേ ഹെൽത്തി, മെൻ്റലി ആൻഡ് ഫിസിക്കലി.